ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 3ാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ അപ്രോപ്രിയേറ്റ് പെയേഴ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദ ടേബിൾ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ബോക്സിൽ നിന്നും കറക്റ്റായിട്ടുള്ള പെയർ എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ബീസ് എന്താ ചെയ്യുന്നത്? ബസ് അങ്ങനെ ഒരു ശബ്ദമാണല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എന്താണ്? സ്നേക്ക് എന്താണ് ചെയ്യുന്നത്? പിന്നെ അടുത്തത് എന്താണ്? ക്ലോക്ക് ഉണ്ട്, പിന്നെ ബേബി, പിന്നെ ബെൽസ്, പിന്നെ ലീവ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേർഡ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പെയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ബീസ് ബസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ സ്നേക്ക് എന്താ ചെയ്യുന്നത്? ഹിസ്റ്റ്. ഓക്കെ, സ്നേക്ക് ഹിസ്റ്റ്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ സ്നേക്ക് ഹിസ്ഡ് നമ്മൾ എഴുതി. അടുത്ത എന്താണ്? ക്ലോക്ക് എങ്ങനെയാണ് ശബ്ദം വരുന്നത്? ടിക്ട്. നമ്മളല്ലേ ടിക് ടിക് എന്ന് പറയില്ലേ? ക്ലോക്ക് ടിക്ട്. അടുത്തത് ബേബി ഗിഗിൾഡ്. നെക്സ്റ്റ് വൺ ബെൽസ് ജിംഗിൾഡ്. ആൻഡ് ലാസ്റ്റ് വൺ ലീവ്സ് റസൽഡ്. ഇതാണ് ആ വേർഡ് പെയർസ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് വരാം. ദ ക്രോ സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. റോക്കിയ മരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് ആര് കണ്ടു? കാക്ക കണ്ടല്ലേ, ക്രോ കണ്ടു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. ആ ക്രോയുടെ കൂട്, നെസ്റ്റ് എവിടെയായിരുന്നു? ആ മരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അവൾക്ക് വളരെ ക്രോയ്ക്ക് ഒരുപാട് പേടി തോന്നി കാണും അല്ലേ? ഇപ്പോൾ ക്രോ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുന്നത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പോൾ ക്രോ വിചാരിച്ചിട്ടുണ്ടാകും, അയ്യോ ആ ഡോഗ് മരത്തിലോട്ട് കയറുകയാണല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആ കൂട്ടിലാണ് ഉള്ളത്, അവൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കുമോ എന്ന് വിചാരിച്ചാണ് അല്ലേ? അപ്പം നമുക്കതൊന്ന് എഴുതാം, നമുക്കതൊന്ന് ഇംഗ്ലീഷിലേക്ക് എഴുതാം. അപ്പോൾ എന്താ എഴുതിയെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓ ഗോഡ്, മൈ ബേബീസ് ആർ ഇൻ ദ നെസ്റ്റ്. ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആ കൂട്ടിലാണല്ലോ ഉള്ളത്. ദ ഡോഗ് ഈസ് ട്രൈങ് ടു ക്ലൈംബ് ദ ട്രീ. ആ ഡോഗ് ആണെങ്കിൽ ആ മരത്തിൽ കയറാൻ ശ്രമിക്കുകയാണ്. വിൽ ഹി ക്യാച്ച് മൈ ബേബീസ്? അവൻ എൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കുമോ? വാട്ട് വിൽ ഐ ഡു നൗ? ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ക്രോ ചിന്തിച്ചിട്ടുണ്ടാവുക. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് വരാം. ആക്ടിവിറ്റി 3. ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് നോക്കിയിട്ട് അതിനെപ്പറ്റി നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിൽ എഴുതാൻ പറ്റും? നമുക്ക് എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്? അവിടെ എന്തുണ്ട്? ഒരു നല്ലൊരു റിവർ ഉണ്ടല്ലേ, റിവറുണ്ട്, പിന്നെ കുറേ ട്രീസ് ഉണ്ട്, ഇനി നമുക്ക് കുറേ പ്ലാന്റ്സ് കാണാൻ പറ്റും, ആനിമൽസ് ഉണ്ട് അല്ലേ, ഇനിയും കുറച്ച് 2 മനുഷ്യരവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഈ പിക്ചറിനെ കുറിച്ച് എഴുതാൻ പറ്റും? ദർ ഈസ് എ റിവർ. അവിടെ ഒരു നദിയുണ്ടല്ലേ. ദർ ആർ മെനി ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. അവിടെ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടല്ലേ. എ മാൻ ഈസ് റോയിങ് എ ബോട്ട് ഇൻ ദ റിവർ ആൻഡ് അനദർ വൺ ഈസ് ഫിഷിംഗ്. ഒരാൾ എന്ത് ചെയ്യുകയാണ്? ഒരാൾ അവിടെ വള്ളത്തിൽ പോവുകയാണ്, വേറൊരാൾ എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം മീൻ പിടിക്കുകയാണ്. ദർ ആർ സം ബട്ടർഫ്ലൈസ്. അവിടെ എന്തുണ്ട്? ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെ കാണാൻ പറ്റും? ദർ ഈസ് എ നെസ്റ്റ് ഓൺ ദ ട്രീ. അവിടെ ഒരു മരത്തിലൊരു കൂടുണ്ടല്ലേ, ഒരു നെസ്റ്റ് ഉണ്ട്. അതിൽ ആരാണുള്ളത്? എ പാരറ്റ് ഈസ് ഇൻസൈഡ് ദ നെസ്റ്റ്. ഒരു പാരറ്റ് ആ നെസ്റ്റിനുള്ളിലുണ്ട്. എ ഡോഗ് ഈസ് റണ്ണിങ് ദർ. ഒരു ഡോഗ് അതുവഴി ഓടുന്നുണ്ട്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതൊരു മനോഹരമായ ഒരു പിക്ചറാണ്. ഇത്രയും കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്? വേറെ എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്? അതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതാം. നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് വരാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? സം പിക്ചേഴ്സ് ഫ്രം ദി സ്റ്റോറി ആർ ഗിവൺ ഇൻ കോളം എ. മാച്ച് ദം വിത്ത് ദ ഇവൻറ്റ്സ് ഇൻ കോളം ബി. അതായത് ഇവിടെ എ കോളത്തിൽ എന്താ തന്നിരിക്കുന്നത്? നമ്മൾ പഠിച്ച സ്റ്റോറിയിലെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ബി കോളത്തിൽ അതിലെ സംഭവങ്ങളും എഴുതിയിട്ടുണ്ട്, ഇവൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എ കോളത്തിലെ പിക്ചറും ബി കോളത്തിലെ ഇവൻറ്റ്സും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ പിക്ചറിൽ, എ പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? അവിടെ ആ നെസ്റ്റ് താഴെ വീണിരിക്കുന്നതാണല്ലേ. രണ്ടാമത്തെ പിക്ചറിലോ
എന്ത് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ റോക്കി ആ മരക്കൊമ്പ് കടിച്ചു പിടിച്ചിരിക്കുന്നതാണല്ലേ കാണുന്നത്. ഇനി അടുത്തത് എന്താണ് നമ്മൾ കാണുന്നത്? ആ മരക്കൊമ്പിൻ്റെ അടിയിൽ ആരുണ്ടായിരുന്നു? നമ്മുടെ ക്രോ ഉണ്ടായിരുന്നു അല്ലേ. ഇനി ഡി പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? അവിടെ ആ മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുന്നതാണ്, കാറ്റിൽ ഒടിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പിക്ചേഴ്സിനെ നമുക്ക് കറക്റ്റ് ഓർഡറിൽ, അതായത് പിക്ചറിൽ ABCD എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് മാച്ച് ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ബി കോളത്തിൽ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ഒടിഞ്ഞു വീണ ആ ബ്രാഞ്ചിൻ്റെ അടിയിൽ ആരായിപ്പോയി? നമ്മുടെ ക്രോ ആയിപ്പോയി. അത് ഏത് പിക്ചറാണ്? ABCD 4 പിക്ചറുണ്ട്. അതിൽ ഏത് പിക്ചറിലാണ് ക്രോ മരത്തിൻ്റെ അടിയിലായി പോയത്? C ആണല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? C എന്ന് എഴുതാം. അടുത്ത രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ആ കൂട് താഴേക്ക് വീണു. കൂട് താഴെ വീണു. അതേതാണ്? ഏത് പിക്ചറാണ്? A ആണല്ലേ. അപ്പോൾ നമുക്ക് A എഴുതാം. അടുത്തത് എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. ആ കാറ്റത്ത് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. അത് ഏത് പിക്ചറാണ്? D ആണ് കേട്ടോ. ലാസ്റ്റ് സെൻറ്റൻസ് എന്താണ്? റോക്കി സേവ്ഡ് ദ മദർ ക്രോ. റോക്കി മദർ ക്രോയെ രക്ഷിക്കുന്നു. അതേത് പിക്ചറാണ്? B ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ഡൗൺ ഇവൻറ്റ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇൻ ഓർഡർ. ഓർഡറിൽ ഈ ഇവൻറ്റ്സ് നിങ്ങളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ഇവൻറ്റ് എന്താണ് വരുന്നത്? ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. വിൻഡിൽ ആ മരക്കൊമ്പ് ഒടിഞ്ഞു വീണപ്പോൾ എന്ത് സംഭവിച്ചു? ദ നെസ്റ്റ് ഫെൽ ഡൗൺ. നെസ്റ്റ് താഴെ വീണു. പിന്നീട് എന്താ സംഭവിച്ചത്? അതേസമയം ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ആ ഒരു ഒടിഞ്ഞു വീണ മരക്കൊമ്പിൻ്റെ ഇടയ്ക്ക് ആരായിപ്പോയി? ക്രോ ആയിപ്പോയി അല്ലേ. പിന്നീട് റോക്കി സേവ്ഡ് ദ മദർ ക്രോ. റോക്കി മദർ ക്രോയെ രക്ഷിക്കുന്നു. അപ്പോൾ ഈ ഓർഡറിലാണ് നിങ്ങൾ ആ ഇവൻറ്റ്സ് എഴുതേണ്ടത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 5ലേക്ക് വരാം. ആക്ടിവിറ്റി 5 നോക്കിക്കേ. ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ഇവിടെ നമ്മൾ പഠിച്ച സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള ചില ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാരാണ് പറഞ്ഞത് എന്നുള്ളത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എന്താണ്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് ആരാണ്? റോക്കി. കേട്ടല്ലോ, ആരാ പറഞ്ഞത്? റോക്കി അല്ലേ പറഞ്ഞത് എന്നെ ശല്യപ്പെടുത്തരുത്. അടുത്തത് ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ. എന്നെ വെറുതെ വിടൂ, ഞാൻ ആ സ്ക്യൂറലിനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? ആ ക്യാറ്റാണ്. ലാസ്റ്റ് വൺ ഹെൽപ്പ് മീ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? ദ മദർ ക്രോ. ഓക്കെ, അപ്പം റോക്കിയും ക്യാറ്റും മദർ ക്രോയും പറഞ്ഞിട്ടുള്ള ചില ഡയലോഗ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 6ലേക്ക് വരാം. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇവിടെ കുറച്ച് കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നിങ്ങളും ഇനി തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയിട്ട്, ഒരു ഡോഗുണ്ട്, ഒരു എലിഫൻറ്റും ഉണ്ട്. അപ്പം അവയെക്കുറിച്ചും ഇതുപോലെ ഒരു റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ റിഡിൽ എന്താണ്? ഐ ഹാവ് ലോങ് ഫെതേഴ്സ്, ഐ ഡാൻസ് ഇൻ ദ റെയിൻ, ഐ എം വെരി ബ്യൂട്ടിഫുൾ, ഹു ആം ഐ. എനിക്ക് ഫെതേഴ്സ് ഉണ്ട്, ഞാൻ റെയിനിൽ മഴയത്ത് ഡാൻസ് ചെയ്യും, ഞാൻ വളരെ എന്നെ കാണാൻ വളരെ ഭംഗിയാണ്. ആരാണത്? പീകോക്ക് അല്ലേ, പീകോക്ക്. നെക്സ്റ്റ് വൺ, മൈ ബീക്ക് ഈസ് സ്ട്രോങ്, ഐ പെക്ക് ഓൺ ട്രീസ്, ഐ ഹാവ് എ ഫെദർ ക്രൗൺ. എന്താണ്? എൻ്റെ ബീക്ക് വളരെ സ്ട്രോങ് ആണ്, ഞാൻ മരത്തിലിങ്ങനെ കൊത്തും അല്ലേ, പെക്ക് ചെയ്യുക, ഇങ്ങനെ മരത്തിൽ കൊത്തുക. ഐ ഹാവ് എ ഫെദർ ക്രൗൺ, എനിക്കൊരു ഫെദർ ക്രൗൺ ഉണ്ട്. ഹു ആം ഐ? ആരാണ്? ഐ ആം എ വുഡ് പെക്കർ. ഞാൻ ആരാണ്? ഐ ആം എ വുഡ് പെക്കർ. അപ്പോൾ ഇനി അടുത്തത് ആരെ പറ്റിയാണ്? ഒരു ഡോഗിനെ പറ്റി എന്താണ് ഇവിടെ റിഡിൽ കൊടുത്തിരിക്കുന്നത്? നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഐ ഹാവ് 4 legs. എനിക്ക് 4 കാലുകളുണ്ട്. ഐ ബാർക്ക്, ഞാൻ കുരയ്ക്കും. ഐ ഗാർഡ് യുവർ ഹൗസ് ഫ്രം തീവ്സ്, കള്ളന്മാരിൽ നിന്നും നിങ്ങളുടെ വീടിനെ ഞാൻ കാവൽ നിൽക്കും അല്ലേ, സംരക്ഷിക്കും. ഞാൻ ആരാണ്? ഹു ആം ഐ? ഐ ആം എ ഡോഗ്, ഞാനൊരു
ഡോഗാണ്. ഇനി അടുത്ത ആരെ പറ്റിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു എലിഫൻറ്റിനെ കുറിച്ച്. എലിഫൻറ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? എനിക്കൊരു നീണ്ട നോസ് ഉണ്ട്, ലോങ് നോസ് ഉണ്ട്, എനിക്ക് വലിയ ഇയേഴ്സ് ഉണ്ട്, എനിക്ക് വലിയ 4 ലെഗ്സ് ഉണ്ട് അല്ലേ? ആരാണത്? ഐ എം എ എലിഫൻറ്റ്. നമുക്ക് എഴുതാം. എലിഫൻറ്റിനെ കുറിച്ച് അപ്പോൾ എന്താ എഴുതിയേക്കുന്നത്? ഐ ഹാവ് എ ലോങ് നോസ്, എനിക്ക് നീണ്ട മൂക്കുണ്ട്. ഐ ഹാവ് ബിഗ് ഇയേഴ്സ്, എനിക്ക് വലിയ ചെവിയുണ്ട്. ഐ ഹാവ് 4 ലെഗ്സ് ലൈക്ക് പില്ലേഴ്സ്, തൂണുപോലുള്ള 4 കാലുണ്ട്. ഹു ആം ഐ? ഞാൻ ആരാണ്? ഐ ആം ആൻ എലിഫൻറ്റ്. ആക്ടിവിറ്റി 7 നോക്കിക്കേ. ഹിയർ ആർ സം പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. Identify them and write the missing words in the space given. One is done for you. ഇവിടെ കുറച്ച് ആനിമൽസും അതിൻ്റെ യങ് വൺസിൻ്റെയും പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കൗ. കൗവിൻ്റെ ബേബിയെ നമ്മൾ എന്തെന്ന് പറയും? കാഫ് എന്ന് പറയും. ബാക്കിയുള്ളത് നമ്മളോട് കംപ്ലീറ്റ് ആക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യത്തെ എന്താണ് കൊടുത്തിട്ടുണ്ട്? കൗ, കാഫ്. രണ്ടാമത്തെ പിക്ചറിൽ ആരാണ്? രണ്ടാമത്തെ പിക്ചർ ഒരു പപ്പി ഉണ്ടല്ലേ, പപ്പി എന്ന് കൊടുത്തിട്ടുണ്ട്. പപ്പിയുടെ മദറിനപ്പോൾ നമ്മൾ എന്ത് പറയും? ഡോഗ്. നമുക്ക് എഴുതാം. നെക്സ്റ്റ് വൺ എന്താണ്? ക്യാറ്റ്. ക്യാറ്റിനെ കൊടുത്തിട്ടുണ്ട്. ക്യാറ്റിൻ്റെ ബേബിക്ക് നമ്മൾ എന്ത് പറയും? കിറ്റൻ. അടുത്തതിൽ ബേബിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കിഡ്. കിഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേബിയാണ്? ഗോട്ട്. അടുത്ത നോക്കിക്കേ, ചിക്ക്. ചിക്ക് എന്തിൻ്റെ ബേബിയാണ്? ബേർഡ്. ഓക്കെ, ബേർഡിൻ്റെ ബേബി നമ്മൾ എന്ത് പറയും? ചിക്ക് എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ് വൺ ഔലറ്റ്. ഔലറ്റിൻ്റെ മദർ നമ്മൾ എന്ത് പറയും? ഔൾ. ഔളിൻ്റെ ബേബിയാണ് ഔലറ്റ്. നെക്സ്റ്റ് വൺ നമുക്കൊരു പോയം കൊടുത്തിട്ടുണ്ട്. എന്താണ് പോയത്തിൻ്റെ പേര്? ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. നമുക്ക് ആ പോയം ഒന്ന് വായിക്കാം. എ സീഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്. A root is happy when it becomes a bud. A bud is happy when it becomes a stem. And a stem is happy when it becomes a flower. അതുകൊണ്ട് നോക്കിക്കേ, എ സീഡ് ഇസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്. ഒരു സീഡിന് എപ്പോഴാണ് സന്തോഷം വരുന്നത്? അതിന് റൂട്ട് ഉണ്ടാകുമ്പോൾ. എ റൂട്ട് ഇസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ്. അതിൽ മുള വരുമ്പോഴല്ലേ, അപ്പോഴാണ് റൂട്ടിന് ഹാപ്പി ആവുന്നത്. ബഡ് എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം. അതിൽ തണ്ടുണ്ടാവുമ്പോൾ അത് ഹാപ്പി ആകും. ഇനി സ്റ്റെം എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? സ്റ്റെം ഇസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. ഒരു പൂവായി മാറുമ്പോൾ അല്ലേ, അതൊരു പൂവായി മാറുമ്പോഴാണ് അത് സ്റ്റെം ഹാപ്പി ആകുന്നത്. ഇനി ആക്ടിവിറ്റി 8 നോക്കിക്കേ. മേക്ക് സിമിലർ സെൻറ്റൻസസ് യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ക്ലൂസ് ഉപയോഗിച്ച് ഇതുപോലെ നമ്മളിപ്പോൾ പോയത്തിൽ കണ്ട പോലെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. ഫാദർ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? അദ്ദേഹത്തിൻ്റെ ഫാമിലി സേഫ് ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഹാപ്പി ആവും. അതുപോലെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ, മദർ, ഫാദർ ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടു. പിന്നെ ഗ്രാൻഡ് ഫാദർ, കിഡ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഓരോ സെൻറ്റൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതിയ സെൻറ്റൻസ് വായിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ടീച്ചർ. എ ടീച്ചർ ബിക്കംസ് ഹാപ്പി വെൻ ഹർ സ്റ്റുഡൻസ് ലേൺ വെൽ. കുട്ടികൾ നന്നായി പഠിക്കുമ്പോഴാണ് ടീച്ചറിന് സന്തോഷം ഉണ്ടാകുന്നത്. എ മദർ ബിക്കംസ് ഹാപ്പി വെൻ ഷീ ഗെറ്റ്സ് ലവ്. അമ്മയ്ക്ക് എപ്പോഴാണ് സന്തോഷം തോന്നുന്നത്? സ്നേഹം കിട്ടുമ്പോൾ. എ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് കെയർ. ഗ്രാൻഡ് ഫാദറിന് എപ്പോഴാണ് സന്തോഷം വരുന്നത്? അദ്ദേഹത്തിന് കെയർ, പരിപാലനം അല്ലെങ്കിൽ കരുതൽ കിട്ടുമ്പോൾ. എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് എ ടോയ്. ഒരു കുട്ടിക്ക് എപ്പോഴാണ് സന്തോഷം വരുന്നത്? അവനൊരു ടോയ്, ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 9. എന്താ കൊടുത്തിരിക്കുന്നത്? ഹിയർ ഈസ് എ ഷോർട്ട് പോം അബൌട്ട് എ പാരറ്റ്. ഒരു പാരറ്റിനെ പറ്റി ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കവിത. നമുക്കൊന്ന് വായിക്കാം. ഗ്രീൻ പാരറ്റ്. ഗ്രീൻ പാരറ്റ്, green parrot, how do you cry? Screech, screech, screech goes my cry. ഗ്രീൻ പാരറ്റിനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് കരയുന്നത്? അപ്പോൾ എങ്ങനെയാണ്? സ്ക്രീച്ച് 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 ഗോസ് മൈ ക്രൈ. ഞാൻ ഇങ്ങനെയാണ് കരയുന്നത്. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നൗ റൈറ്റ് 4 ലൈൻസ് അബൌട്ട് എ ക്രോ. ഗീവ് എ ടൈറ്റിൽ ടു. അപ്പോൾ നമുക്ക് നേരത്തെ എന്തായിരുന്നു? പാരറ്റിന് ഗ്രീൻ പാരറ്റ് എന്ന് കൊടുത്തല്ലേ. നമുക്കിപ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കാം, ഒരു തലക്കെട്ട് കൊടുക്കാം.
എന്ത് പേര് നമ്മൾ കവിതയ്ക്ക് കൊടുക്കുന്നത്? ബ്ലാക്ക് ക്രോ. നമുക്ക് ഹെഡിങ് കൊടുക്കാം, ബ്ലാക്ക് ക്രോ. നമുക്കൊന്ന് എഴുതാം. ഇനി നമുക്ക് എഴുതിയ നമ്മുടെ പോയം ഒന്ന് വായിക്കാം. ഫസ്റ്റ് ബ്ലാക്ക് ക്രോ. ബ്ലാക്ക് ക്രോ ഹൗ ഡു യു ക്രൈ, ക്രാ 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 ഗോസ് മൈ ക്രൈ. അടുത്ത എന്താ, ഒരു ക്യാറ്റിനെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വൈറ്റ് ക്യാറ്റ് ഹൗ ഡു യു ക്രൈ, മിയോ 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 ഗോസ് മൈ ക്രൈ. നെക്സ്റ്റ് ആക്ടിവിറ്റി 10ലേക്ക് വന്നേ. ഒബ്സർവ് ദ ബേർഡ്സ് അറൗണ്ട് യു ആൻഡ് പ്രിപ്പയർ എ ബേർഡ്സ് വാച്ചിങ് ഡയറി ഇൻ യുവർ നോട്ട്ബുക്ക്. നമുക്ക് ചുറ്റും ഒരുപാട് ബേർഡ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ബേർഡ്സിനെയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? നമുക്ക് ഡേറ്റും ടൈമും കൊടുക്കണം. നിങ്ങളിപ്പോൾ ഏത് ബേർഡിനെയാണ് കണ്ടതെന്ന് കൊടുക്കുക, അതിൻ്റെ കളറ് കൊടുക്കുക, അതിൻ്റെ സൈസ് എന്താണ്, അത് ബിഗ് ആണോ മീഡിയം ആണോ അതോ സ്മോൾ ആണോ എന്ന് കൊടുക്കുക. പിന്നെ അതിൻ്റെ ആക്ഷൻ, അത് എന്ത് ചെയ്യുകയായിരുന്നു, ഫ്ലൈ ചെയ്യുമായിരുന്നോ അതോ സിംഗിങ് ആയിരുന്നോ, ഡൈവിങ് ആയിരുന്നോ, ഈറ്റിംഗ് ആണോ, നെസ്റ്റിംഗ്, എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. എവിടെയാണ് നിങ്ങൾ കണ്ടത്, വേർ ഡിഡ് യു സീ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഡയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ കൊടുത്തു, 39, ഡേറ്റ് ടൈം 11:30 AM. നെയിം ഓഫ് ദ ബേർഡ് എന്ന് പറയുന്നത് വുഡ് പെക്കറാണ്. അതിൻ്റെ കളർ അല്ലെങ്കിൽ കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇനി അതിൻ്റെ സൈസ് മീഡിയം. വേർ ഡിഡ് യു സീ എന്നുള്ളത് ഓൺ ദ ട്രീ. അതിനിടയ്ക്ക് ആക്ഷൻസ് എന്നുള്ളത് എന്ത് ചെയ്യുക, അത് ട്രീയിൽ സിറ്റ് ചെയ്യായിരുന്നു എന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇത് നമ്മളോടൊരു ഡയറി ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നോട്ട്ബുക്കിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതെവിടെ എഴുതിയേക്കുന്നു, ഓൺ 30th September 11:30 AM ഐ വാസ് സിറ്റിംഗ് ഓൺ മൈ വെരാന്ത. ഞാൻ എൻ്റെ വെരാന്തയിൽ ഇരിക്കുകയായിരുന്നു. സഡൻലി ഐ ഹേർഡ് എ കിക്ക് സൗണ്ട്. ഒരു കിക്ക് എന്നുള്ളൊരു സൗണ്ട് കേട്ടു. വെൻ ഐ ലുക്ക്ഡ് എ ബേർഡ് വാസ് ഡ്രമ്മിങ് ഓൺ എ ട്രീ ട്രങ്ക്. ഒരു മരക്കൊമ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്, ഒരു ബേർഡ് ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ കൊത്തുന്നതാണ് ഞാൻ കണ്ടത്. ഐ ആസ്ക്ഡ് ഫാദർ വാട്ട്സ് ദാറ്റ് ബേർഡ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ആ ബേർഡ് ഏതാണെന്ന് ചോദിച്ചു. ഫാദർ സെഡ് ഇറ്റ് വാസ് എ വുഡ് പെക്കർ. അച്ഛൻ പറഞ്ഞു അതൊരു വുഡ് പെക്കർ, ഒരു മരം കൊത്തിയാണ് എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് സിറ്റിംഗ് ഓൺ അവർ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഞങ്ങളുടെ ഏത് മരത്തില്ല, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഒരു പ്ലാവിലായിരുന്നു അത് ഇരുന്നത്. ഇറ്റ് വാസ് എ മീഡിയം സൈസ്ഡ് ബേർഡ്. അതൊരു മീഡിയം സൈസ്ഡ് ബേർഡായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കണ്ട അല്ലെങ്കിൽ കാണാറുള്ള ഒരു ബേർഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. ഇനി അടുത്തൊരു സ്റ്റോറിയാണ് റീഡ് ആൻഡ് റിജോയ്സിൽ ഹൂ ഇസ് സ്ട്രോങ്ങർ, ആരാണ് ശക്തൻ എന്നുള്ളൊരു സ്റ്റോറിയാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് വായിച്ച് നോക്കാം. വൺ ഡേ ദ സൺ ആൻഡ് ദ വിൻഡ് വെയർ ആർഗ്യൂയിങ് എബൌട്ട് ദെയർ സ്ട്രെങ്ത്. ഒരു ദിവസം സണ്ണും വിൻഡും കാറ്റും കൂടി എന്ത് ചെയ്യുകയാണ്, ആരാണ് ശക്തൻ എന്നുള്ള കാര്യത്തിൽ തർക്കിക്കുകയായിരുന്നു. വിൻഡ് എന്താണ് പറഞ്ഞത്, ലുക്ക് ഐ ആം സ്ട്രോങ്. വിൻഡ് പറഞ്ഞു, നോക്കൂ ഞാനാണ് ശക്തൻ. ഐ ക്യാൻ ബ്ലോ എവേ എനിത്തിങ്. എനിക്ക് എന്ത് വേണമെങ്കിലും പറത്തി കളയാനായിട്ട് പറ്റും. അപ്പോൾ സൺ പറഞ്ഞു, നോ ഐ ആം സ്ട്രോങ്ങർ ദാൻ യു. സൺ എന്താ പറഞ്ഞതല്ല, ഞാനാണ് നിന്നെക്കാട്ടിലും ശക്തൻ. ഐ ക്യാൻ മേക്ക് എവ്രിതിങ് വാം. എനിക്ക് എല്ലാം വളരെ ചൂടാക്കാനായിട്ട് പറ്റും. ദേ സോ എ മാൻ വാക്കിങ്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. അപ്പോൾ വിൻഡ് എന്താ പറഞ്ഞത്, ഐ ക്യാൻ ബ്ലോ അവേ ഹിസ് ഷർട്ട്. എനിക്ക് അവൻ്റെ ഷർട്ട് വീശി അല്ലെങ്കിൽ പറത്തി കളയാൻ പറ്റുമെന്ന് പറഞ്ഞു. ദ വിൻഡ് സ്റ്റാർട്ടഡ് ടു ബ്ലോ. വിൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, വീശാനായിട്ട് തുടങ്ങി. ദ വിൻഡ് ട്രൈ ടു ടേക്ക് അവേ ദ മാൻസ് ഷർട്ട് ബട്ട് ഹി ഹെൽഡ് ഓൺ ടു ഇറ്റ്. വിൻഡ് എന്ത് ചെയ്തു, അയാളുടെ ഷർട്ട് പറത്തി കളയാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു, പക്ഷേ അയാൾ അത് മുറുക്കെ പിടിച്ചു. അയാൾ എന്താ പറഞ്ഞത്, ഹൗ കോൾഡ് ഇറ്റ് ഈസ്. എന്തൊരു തണുപ്പാണ് എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ സൺ പറഞ്ഞു, നൗ ഇറ്റ്സ് മൈ ടേൺ. ഇപ്പം ഇനി അടുത്തത് എൻ്റെ ടേൺ ആണ്, എൻ്റെ ഊഴമാണ്. ദ സൺ സ്റ്റാർട്ടഡ് ബ്ലേസിങ്. സൂര്യൻ വളരെ ഒന്നുകൂടെ നല്ല ചൂടായിട്ട് ജ്വലിക്കാൻ തുടങ്ങി. ദ മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. മനുഷ്യൻ അയാളുടെ ഷർട്ട് ഊരി മാറ്റി. വാട്ട് എ സ്ട്രേഞ്ച് ഡേ. എന്തൊരു ദിവസമായത്. ഇറ്റ് വാസ് കോൾഡ് ഏർലിയർ. നേരത്തെ തണുപ്പായിരുന്നു. നൗ ഇറ്റ്സ് ഹോട്ട്. ഇപ്പോഴോ ചൂടും. അപ്പോൾ വിൻഡ് എന്താ പറഞ്ഞത്, ഐ എഗ്രി യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. ഞാൻ സമ്മതിച്ചു, നീയാണ് എന്നെക്കാട്ടിലും ശക്തൻ. അപ്പോൾ സൺ എന്ത് പറഞ്ഞു, യു ആർ ടു ഇൻ യുവർ ഓൺ വേ. നീ നിൻ്റേതായ വിധത്തിൽ നീയും ശക്തനാണ്. ദേ ലിവ്ഡ് ഇൻ ഹാർമണി ദെയർ ആഫ്റ്റർ. അതിനുശേഷം അവർ എങ്ങനെ ഐക്യത്തിൽ കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റി 11 നോക്കിക്കേ. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നിങ്ങളുടെ വാക്കിൽ അല്ലെങ്കിൽ യുവർ ഓൺ വേർഡ്സ്, നിങ്ങളുടെ വാക്കിൽ ആ സ്റ്റോറി ഒന്നുകൂടി റീകാസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് പിക്ചേഴ്സും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോറി റീകാസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഹൂ വോക്കപ്പ് റോക്കി അല്ലേ? ആരാണ് റോക്കി എഴുന്നേൽപ്പിച്ചത്? റോക്കി ഉറങ്ങുമായിരുന്നല്ലോ, അപ്പോൾ ആരാണ് റോക്കി എഴുന്നേൽപ്പിച്ചത്? ആരാ പിക്ചറിൽ കാണുന്നത്? ദ ക്രോ വോക്ക് റോക്കി അപ്പ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് റോക്കി സീ? റോക്കി എന്താ കണ്ടത്? ആ ക്യാറ്റ് സ്ക്യൂറലിനെ ചേസ് ചെയ്യുന്നതാണല്ലേ. റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്യൂറൽ. മൂന്നാമത്തെ പിക്ചറിലോ വാട്ട് ഡിഡ് ദ ക്രോ ഡു? ക്രോ എന്താ ചെയ്തത്? റോക്കിയുടെ തലയ്ക്ക് ചുറ്റും പറന്നല്ലേ. ദ ക്രോ സ്റ്റാർട്ടഡ് സർക്ലിങ് അറൗണ്ട് റോക്കി. അപ്പോൾ റോക്കി എന്താ ചെയ്തത്? വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ? അവൻ്റെ പുറകിലത്തെ കാലിൽ ഇങ്ങനെ നിന്നല്ലേ. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. ഹൂ സ്നാച്ച് ദ ബോൺ ഫ്രം റോക്കി? റോക്കിയുടെ കയ്യിൽ നിന്നും ആരാ എല്ല് തട്ടിയെടുത്തത്? ദ ക്രോ സ്നാച്ച് ദ ബോൺ ഫ്രം റോക്കി. ക്രോയാണല്ലേ തട്ടിയെടുത്തത്. അടുത്ത 6th ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ഹാപ്പൻ ടു ക്രോസ് നെസ്റ്റ് ഓൺ എ റെയിനി ഡേ? ആ മഴയത്ത് ക്രോയുടെ നെസ്റ്റിന് എന്താണ് പറ്റിയത്? ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് അല്ലേ. ആ മരക്കൊമ്പ് ഒടിഞ്ഞു പോയി അല്ലേ. ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. അങ്ങനെ ആ കൂട് താഴേക്ക് വീണു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഹാപ്പൻ ടു ദ മദർ ക്രോ? മദർ ക്രോയ്ക്ക് എന്താ സംഭവിച്ചത്? മദർ ക്രോ വാസ് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച് അല്ലേ. വീണ മരക്കൊമ്പിൻ്റെ അടിയിലായിപ്പോയി നമ്മുടെ മദർ ക്രോ. 8th ക്വസ്റ്റ്യൻ എന്താ? ഹൂ സേവ്ഡ് ദ മദർ ക്രോ? ആരാണ് മദർ ക്രോയെ രക്ഷിച്ചത്? ആരാണ് രക്ഷിച്ചത്? റോക്കി സേവ്ഡ് ദ മദർ ക്രോ. നെക്സ്റ്റ് വൺ നമ്മുടെ ആക്ടിവിറ്റി 12 ആണ്. ആക്ടിവിറ്റി 12 ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. നമുക്കിവിടെ ഒരു പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചേഴ്സ് നോക്കിയിട്ട് ക്രിയേറ്റീവ് സ്പേസിൻ്റെ അവിടെ സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പിക്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ എന്താ നമ്മൾ കാണുന്നത്? ഒരു റാബിറ്റ് ഉണ്ടല്ലേ. അപ്പോൾ റാബിറ്റ് ഇങ്ങനെ തിങ്ക് ചെയ്യാണ്. എന്താണ് തിങ്ക് ചെയ്യുന്നത്? കുറച്ച് ഒരു വെജിറ്റബിൾ ഗാർഡൻ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം റാബിറ്റിന് എന്താ ക്യാരറ്റ് ആണല്ലോ ഇഷ്ടം. അപ്പം അതുപോലെ വെജിറ്റബിൾസും. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യുവാണെങ്കിൽ എന്നും നമുക്കിത് കഴിക്കാൻ പറ്റും എന്ന് റാബിറ്റ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? രണ്ടാമത്തെ പിക്ചറിൽ റാബിറ്റ് ഈ കാര്യങ്ങൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയാണല്ലേ. ഐഡിയ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു. അപ്പോൾ അവർക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മൗസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മൗസ് എന്താ ചെയ്യുന്നത്? ആ പിക്ചറിൽ മൗസ് വന്നിട്ട് സോയിൽ റെഡിയാക്കുകയാണല്ലേ. ചെറിയ പിറ്റ്സ് ഡിഗ് ചെയ്ത് അങ്ങനെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഗ് ചെയ്ത് വെക്കുകയാണല്ലേ. ഇനി അതിനുശേഷം ഈ ഡിഗ് ചെയ്തെടുത്ത് സീഡ്സ് വേണമല്ലോ. ആരാണ് വിത്ത് കൊണ്ടിടുന്നത്? ക്രോയാണല്ലേ. ക്രോ സീഡ്സൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ആ ചെറിയ കുഴിയിലേക്ക് കൊണ്ട് ഇടുന്നു അല്ലേ. ഇനി അത് കഴിഞ്ഞ് ഇതിന് വെള്ളം ഒഴിക്കണം. ആരാണ് വെള്ളം ഒഴിക്കുന്നത്? നമ്മുടെ എലിഫൻ്റ് അല്ലേ. എലിഫൻ്റ് അതിനെല്ലാം എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നു. ഇനി നമ്മുടെ ഒരു കൗവിനെ അവിടെ കാണാൻ പറ്റും. കൗ എന്താ ചെയ്യുന്നത്? കൗഡങ് അല്ലേ. കൗഡങ് കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് കൗവും അതിനെ ഹെൽപ്പ് ചെയ്തു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? അടുത്ത പിക്ചറിൽ അവിടെ ആ ചെടിയൊക്കെ സാപ്ലിംഗ് ആയിട്ട് മുളച്ചു വന്നു അല്ലേ. അവസാനം വെജിറ്റബിൾസ് എല്ലാവരും കൂടി ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് ആലോചിച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഇനി ആക്ടിവിറ്റി 13 എടുത്തേ. അവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആനിമൽസിൻ്റെ ഒരു പേരിൻ്റെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആ ലിസ്റ്റിൽ താഴെ കൊടുത്തിരിക്കുന്ന നിങ്ങൾ കണ്ടോ? ആ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ ഇവിടെ ആനിമൽസിന് നമുക്ക് നമ്പേഴ്സ് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് വൺ എന്താണ്? യാക്കാണല്ലേ. അപ്പം നമുക്ക് നമ്പേഴ്സ് ഇടാം. അപ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ നമ്പേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ നോക്കുക. ഇങ്ങനെയാണ് 2 പേജിലായിട്ട് നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നമ്പേഴ്സ് ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത്, കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 14. അവിടെ ഒരു ഡിജി ടാസ്ക് ആണ്. ഫസ്റ്റ് വൺ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റും ആക്ഷൻസും ഒക്കെ ഓഡിയോസ് ആയത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഓഡിയോ കമൻട്രി അത് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ വീഡിയോസൊക്കെ യൂട്യൂബിൽ.
അപ്പോൾ അതുപോലെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാനായിട്ടാണ് ഒരെണ്ണം. അടുത്തതൊരു ഓഡിയോ ഡയറിയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നടന്ന ഒരു ഇവൻറ്റിനെ കുറിച്ചൊരു കലോത്സവമോ അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റോ അതിനെക്കുറിച്ചൊരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യാനായിട്ടാണ് അടുത്തൊരു ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റീസിലുള്ളത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ എവ്രി വൺ, താങ്ക് യു.